Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് നമ്മുടെ കാർഗിൽ യുദ്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ഇന്നേക്ക് 26 വർഷം ആവാണ് കാർഗിൽ യുദ്ധം നടന്നിട്ട്. ഇന്ന് കാർഗിൽ വിജയ് ദിവസമാണ്. സോ നമ്മുടെ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് അത് പ്രിലിംസിൽ ഈ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയും പിന്നെ ഈ DIA, NTRO, NSCS പോലുള്ള ഏജൻസീസ്, അതായത് DIA എന്നുള്ളത് ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയാണ്, NTRO നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ആണ്, അതേപോലെ തന്നെ NSCS നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ് ആണ്. ഓക്കെ, സോ ഈ ഏജൻസീസിനെ പറ്റിയിട്ട് ഉള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഈ UPSC നടത്തുന്ന ഒരു പരീക്ഷ ഉണ്ടല്ലോ, CDS. ഓക്കെ, CDSഉം NSA. ഓക്കെ, CDS കമ്പൈൻ ഡിഫൻസ് സർവീസ് ആണ്. NSA എന്നുള്ളത് നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയാണ്. ഇവരുടെയൊക്കെ റോൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രിലിംസിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ഈ ഇങ്ങനത്തെ കുറച്ച് ഏജൻസീസും അവരുടെ റോൾസാണ്. ഇനി മെയിൻസിലോട്ട് വരുമ്പോൾ GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസിൽ ഈ ടെററിസം, നാഷണൽ സെക്യൂരിറ്റി പോലത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ പെഹൽഗാം അറ്റാക്കും ഓപ്പറേഷൻ സിന്ദൂറും അതേപോലെ മുമ്പ് നടന്ന ഉറി, പുൽവാമ, ബലാക്കോട്ട്. സോ ഈ കേസ് സ്റ്റഡീസ് ഒക്കെ കാണിക്കുന്നത് എന്താണ്? ഇറ്റ് ഷോസ് ഹൗ ഇന്ത്യ ഡീൽസ് വിത്ത് ക്രോസ് ബോർഡർ ടെററിസം. ഓക്കെ, സോ ഇന്ത്യയുടെ ആ ഒരു കൗണ്ടർ ടെററിസം സ്ട്രാറ്റജിയെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു മിലിറ്ററി ഡോക്ട്രിൻ എവല്യൂഷൻ, അതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ ഒരു ഡിഫൻസ് മോഡേണൈസേഷൻ, അതായത് നമ്മുടെ റഫാൽസും ബ്രഹ്മോസും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ US-ൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച അപ്പാച്ചയൊക്കെ, അതിനെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് നമ്മുടെ ആ ഒരു സെൽഫ് റിലയൻസിലുള്ള ഒരു ഫോക്കസ്, ആത്മനിർഭർ ഭാരതും മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ, നമ്മുടെ ആകാശ് പോലുള്ള ആകാശ് മിസൈൽസ് ഒക്കെ ഉണ്ടല്ലോ. സോ ദിസ് വിൽ സ്ട്രെങ്തൻ യുവർ ആൻസേഴ്സ് ഓൺ ഡിഫൻസ് പ്രിപ്പയർനെസ്. അതേപോലെ തന്നെ കാർഗിൽ യുദ്ധത്തിന് ശേഷം വന്ന സെക്യൂരിറ്റി റിഫോംസ്, ഈ DIA ഒക്കെ അതിനുശേഷം ക്രിയേറ്റ് ചെയ്തതാണ്, ഈ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി. അതേപോലെ തന്നെ NTRO നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ. സോ NTRO എസ്റ്റാബ്ലിഷ് ചെയ്തത് 2004 ഓക്കെ, ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് അണ്ടർ ദി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആൻഡ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ഹൈടെക് സർവൈലൻസും ഇൻ്റലിജൻസ് ഗേദറിങ്ങിനും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ഫോക്കസ് ചെയ്യുന്നത് അതിലാണ്. ഇന്റേണലി മാത്രമല്ല, എക്സ്റ്റേണലിയും. ഇന്റേണലിയും എക്സ്റ്റേണലിയും ഈ NTRO ഫോക്കസസ് ഓൺ ഹൈടെക് സർവൈലൻസ് ആൻഡ് ഇൻ്റലിജൻസ് ഗേദറിങ്. ഓക്കെ, സോ അതൊക്കെയാണ്. പിന്നെ GS പേപ്പർ 2 ഗവർണൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇന്ത്യ-പാകിസ്ഥാൻ റിലേഷനും, ഓക്കെ, കാർഗിൽ വാറും ഈ ബലാക്കോട്ട് സ്ട്രൈക്കും ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഓപ്പറേഷൻസ് ഒക്കെ, ഇറ്റ് ഷോ ദി ഷിഫ്റ്റ് ഫ്രം റീസ്ട്രെയിൻ ടു സ്ട്രാറ്റജിക് അസേർഷൻ. ഓക്കെ, NSA NSCSും സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെയൊക്കെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. സോ നമ്മൾ കാർഗിൽ വാറിനെ പറ്റിയിട്ട് പറയുമ്പോൾ 1999 നടന്നതാണ്. ഓക്കെ, ഇറ്റ് വാസ് എ വാർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഫ്രം മെയ് ടു ജൂലൈ 1999. ഈ വാറാണ് ആദ്യമായിട്ട് ലൈവായിട്ട് TV-യിൽ കാണിച്ചൊരു വാറാണ് ഇന്ത്യയിൽ. ഓക്കെ, സോ ഇറ്റ് ഷോഡ് ഹൗ ബ്രേവ് ആൻഡ് സ്ട്രോങ് ദ ഇന്ത്യൻ ആർമി ഈസ്, ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ് ഹൗ ഇന്ത്യ പ്ലാൻസ് ഫോർ ദി വാർ. ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ഇവൻറ്റ്സ് 2025 നമ്മുടെ ആ ഒരു പെഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 26ഓളം ഇന്നസെൻ്റ് ആൾക്കാരെയാണ് ടെററിസ്റ്റുകൾ കൊന്നതല്ലേ. നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് നമ്മൾ തിരിച്ചടിച്ചത്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ക്വിക്ക് ആൻഡ് സ്ട്രോങ് മിലിറ്ററി സ്ട്രൈക്ക്. 4 ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മൾ 9ഓളം ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാൻ്റെ അകത്ത് കയറി നമ്മൾ അടിച്ചു, ഡിസ്ട്രോയ് ചെയ്തു. അതേപോലെ തന്നെ 11ഓളം പാകിസ്ഥാനി മിലിറ്ററി എയർ ബേസസ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നമ്മൾ ബ്രഹ്മോസ് മിസൈൽസ് യൂസ് ചെയ്തിട്ട് വി ട്രൈ ടു ഹിറ്റ് എ പോസിബിൾ ന്യൂക്ലിയർ സ്റ്റോറേജ് സൈറ്റ് ഇൻ പാകിസ്ഥാൻ. അതിനുശേഷം പാകിസ്ഥാൻ സീസ് ഫയറിന് വരുന്നുണ്ടല്ലേ. സോ ഇറ്റ് ഷോഡ് ഹൗ പവർഫുൾ ആൻഡ് പ്രിസൈസ് ഇന്ത്യാസ് റെസ്പോൺസ് വാസ്. കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ അടുത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ റെഡി ആയിരുന്നു. ഓക്കെ, പക്ഷേ ആ ഒരു കാർഗിൽ വാർ കാണിച്ചു തന്നത്, അതായത് ഒരു ചെറിയൊരു ലിമിറ്റഡ് വാർ ദാറ്റ് വാസ് സ്റ്റിൽ പോസിബിൾ എന്നായിരുന്നു കാണിച്ചു തന്നത്, ഇഫ് ബോത്ത് സൈഡ്സ് അവോയ്ഡ് എ ഫുൾ എസ്കലേഷൻ ലൈക്ക് യൂസിങ് ദീസ് ന്യൂക്സ്. ഓക്കെ, സോ ഇവിടെ വേറൊരു പ്രോബ്ലം എക്സ്പോസ്ഡ് ആയത് എന്താന്ന് പറഞ്ഞാൽ, ദ വാർ ഷോഡ് ദാറ്റ് ഇന്ത്യ ഹാഡ് പുവർ ഇൻ്റലിജൻസ്. ഓക്കെ, അതിന് മുമ്പ് നമുക്കത് നേരെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഇതിങ്ങനെ ഒരു ആക്രമണം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതൊരു പുവർ ഇൻ്റലിജൻസ് ആയിരുന്നു. ആൻഡ് വി വാസൻ വെൽ പ്രിപ്പയർഡ് ഫോർ ഫൈറ്റിംഗ് ഇൻ ഹൈ മൗണ്ടെയിൻസ്.
ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് ലോജിസ്റ്റിക്കൽ പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ലൈക്ക് മൂവിങ് സപ്ലൈസ് ആൻഡ് ട്രൂപ്സ് വാസ് വെരി ഹാർഡ്. ആ കാർഗിൽ യുദ്ധത്തിന് ശേഷമുള്ള കുറച്ച് റിഫോംസ്, അതായത് ഗവൺമെൻറ് ഒരു കാർഗിൽ റിവ്യൂ കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടു സ്റ്റഡി വാട്ട് വെൻറ്റ് റോങ്, എന്താണ് നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് ശേഷം ഒരു റിവ്യൂ കമ്മിറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ലെഡ് ടു മേജർ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദി മിലിറ്ററി ആൻഡ് ഇൻ്റലിജൻസ് സിസ്റ്റം. ഓക്കെ, യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ എക്കോണമി വളരെയധികം വീക്കായിരുന്നു. ആ ഒരു ടൈമിങ്ങിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ കുറച്ച് വീക്കായിട്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ബിഫോർ ദി വേൾഡ് ബിക്കെയിം ഫുള്ളി അലേർട്ട് ടു ടെററിസം. ഓക്കെ, 9/11 അറ്റാക്കിന് ശേഷമാണ് തീവ്രവാദം എന്നുള്ളൊരു സംഭവം എന്താണെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായത്. ഓക്കെ, അമേരിക്കയ്ക്ക് മനസ്സിലായപ്പോഴാണ് അത് ലോകത്തിന് മനസ്സിലായത്. ഓക്കെ, അതുവരെ അത് നമ്മുടെ പ്രശ്നം മാത്രമായിരുന്നു. സോ കാർഗിൽ യുദ്ധത്തിന് ശേഷം നമ്മൾ ഡിഫൻസിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ടു ബിക്കം സ്ട്രോങ്ങർ ആൻഡ് മോർ പ്രിപ്പയർഡ്. പുതിയ ഇൻ്റലിജൻസ് ഏജൻസീസിനെ നമുക്ക് കാണാം. അതായത് 2002 DIA വരുന്നുണ്ട്, ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി 2002 വരുന്നുണ്ട്. NTRO, അതായത് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ. ഓക്കെ, സോ ദീസ് വർ ക്രിയേറ്റഡ് ടു ഇംപ്രൂവ് മിലിറ്ററി ആൻഡ് ടെക്നിക്കൽ ഇൻ്റലിജൻസ് ഗ്യാതറിംഗ്. അതേപോലെ ബെറ്റർ കോർഡിനേഷൻ, അതായത് എഫേർട്സ് വർ മെയ്ഡ് ടു എൻഷുർ ദി റോ. ഓക്കെ, നമ്മുടെ റോയും IBയും അതേപോലെ തന്നെ ഈ മിലിറ്ററി ഏജൻസീസൊക്കെ അവർ കുറച്ചും കൂടി ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ദേ വർക്ക് ടുഗെദർ മോർ സ്മൂത്ത്ലി. അതേപോലെ ഈ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റും അതേപോലെ ഈ ജോയിൻറ്റ് ഇൻ്റലിജൻസ് കമ്മിറ്റിയും ഇത് രണ്ടും നമ്മൾ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തു കാർഗിൽ വാറിന് ശേഷം. അതേപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിനെ അറിയാലോ, അജിത് ഡോവൽ. ഓക്കെ, സോ ദി പോസ്റ്റ് ഓഫ് NSA അത് പെർമനൻ്റ് ആക്കി. ഓക്കെ, എന്തിനാന്ന് വെച്ചാൽ ഈ പ്രൈം മിനിസ്റ്ററിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി മാറ്റേഴ്സിൽ പ്രൈം മിനിസ്റ്ററിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നുള്ള ആ ഒരു പോസ്റ്റ് ഇറ്റ് ബിക്കെയിം പെർമനൻറ്റ്. പിന്നെ ഒരു സെൽഫ് റിലയൻസിൻ്റെ ഒരു ആവശ്യം നമുക്ക് മനസ്സിലായി. അതായത് ഈ ഒരു യുദ്ധം നമുക്ക് കാണിച്ചു തന്നു, അതായത് ഇന്ത്യ ഹാഡ് വെരി ഫ്യൂ അലൈസ് ഇൻ ക്രൈസിസ്. ഓക്കെ, ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സോ നമ്മൾ ഈ ഒരു സെൽഫ് റിലയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി. സോ സെൽഫ് റിലയൻസ് ആൻഡ് മിലിറ്ററി മോഡേണൈസേഷൻ ബിക്കെയിം ദി ടോപ്പ് പ്രയോറിറ്റീസ്. ഓക്കെ, സോ ഒരു കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രിൻ, അതായത് ഇന്ത്യ ഡെവലപ്ഡ് എ പ്ലാൻ ഫോർ ക്വിക്ക് ലിമിറ്റഡ് മിലിറ്ററി സ്ട്രൈക്ക്. ഓക്കെ, ഒരു ഫുൾ സ്കെയിൽ വാറിലോട്ട് പോവാണ്ട് ആ ഒരു ലിമിറ്റഡ് മിലിറ്ററി സ്ട്രൈക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ അതിൻ്റെ ആ ഒരു വി ഡെവലപ്ഡ് എ പ്ലാൻ ഫോർ ക്വിക്ക് ലിമിറ്റഡ് മിലിറ്ററി സ്ട്രൈക്ക് വിതൗട്ട് സ്റ്റാർട്ടിങ് എ ഫുൾ സ്കെയിൽ വാർ. ഓക്കെ, ഓർ ട്രിഗറിങ് എ ന്യൂക്ലിയർ റെസ്പോൺസ്. അതേപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ മൗണ്ടെയിൻ കോപ്സിനെ നമ്മൾ റെഡിയാക്കാൻ തുടങ്ങി. ഓക്കെ, ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ ദി ആർമി ഫോർ ഫൈറ്റിംഗ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ്. ഓക്കെ, ഈ കാർഗിൽ പോലെയുള്ള ഏരിയാസൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് അല്ലേ. സോ അവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു വിങ്ങിനെ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ ഈ ജോയിൻറ്റ് ആംഡ് ഫോഴ്സസിൻ്റെ കോർഡിനേഷൻ, ഈ ഒരു കാർഗിൽ യുദ്ധം നമുക്ക് കാണിച്ചു തന്നത്, അതായത് ദ നീഡ് ഫോർ ദി ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് ടു വർക്ക് ടുഗെദർ. 2019 ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇറ്റ് വാസ് അപ്പോയിൻറ്റഡ് ടു ലീഡ് ദീസ് എഫേർട്ട്. ഓക്കെ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് 2019. സോ ദി വർക്ക് ബിഗാൻ ഓൺ ഇൻ്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡ്സ് ലൈക്ക് ജോയിൻറ്റ് ഓപ്പറേഷൻ ബൈ all three forces in a region. പിന്നെ മോഡേൺ വെപ്പൺസും ടെക്നോളജിയും, അതായത് ഇന്ത്യ പിന്നീട് കുറച്ചും കൂടി നമ്മൾ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കാനും അതേപോലെ വാങ്ങിക്കാനും അതിൽ കുറച്ചും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതിൽ നമുക്ക് റഫേൽ ജെറ്റ്സും ഈ അപ്പാച്ചെ ആൻഡ് ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സ്, നമ്മുടെ റഷ്യയുടെ S-400 മിസൈൽസ്, ബ്രഹ്മോസ്, അതേപോലെ തന്നെ ഇൻഡിജിനസ് ആർട്ടിലറീസ് ആൻഡ് ഓൾ. So, these reforms made India's military and security system very stronger, faster and more coordinated after the Kargil war. സോ ആ ഒരു തീവ്രവാദത്തോടുള്ള ആ ഒരു ഇന്ത്യയുടെ റെസ്പോൺസ് തന്നെ നമുക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈവൺ ആഫ്റ്റർ മേജർ ടെറർ അറ്റാക്സ് ലൈക്ക് ഈ IC-814 മറ്റേ പ്ലെയിൻ ഹൈജാക്കിങ് ഉണ്ടായിരുന്നു 1999. ഓക്കെ, മുമ്പൊക്കെ ഇന്ത്യ ഷോഡ് റീസ്ട്രെയിൻഡ്, അതായത് പാർലമെൻ്ററി അറ്റാക്ക് 2001 പാർലമെൻ്ററി അറ്റാക്ക് ആണെന്നുണ്ടെങ്കിലും 2008 26/11 മുംബൈ അറ്റാക്ക്, നമ്മൾ ഇത്രയും അറ്റാക്കുകൾ ഉണ്ടായപ്പോൾ ഇന്ത്യ മോസ്റ്റ്ലി ഡിഡ് നോട്ട് റെസ്പോണ്ട് വിത്ത് ഫോഴ്സ്.
ടേണിംഗ് പോയിന്റ് എവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ 2016 ഉറി അറ്റാക്ക് അതിനുശേഷം ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. 2019 നമ്മുടെ പുൽവാമ അറ്റാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബലാക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തി. സോ ഇപ്പോൾ പെഹൽഗാം ടെറർ അറ്റാക്കിൽ അതിനുശേഷം നമ്മൾ റെസ്പോണ്ട് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. സോ ഇറ്റ് വാസ് എ വെരി സ്വിഫ്റ്റ്, ഡീപ്പ് ആൻഡ് വെരി സ്ട്രോങ്. ഓക്കെ, ഷോയിങ് എ ന്യൂ പോളിസി ഓഫ് ക്വിക്ക് ആൻഡ് ഡിസൈസീവ് മിലിറ്ററി ആക്ഷൻ. ഇന്ത്യയുടെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഓക്കെ, സീറോ ടോളറൻസ് ഫോർ ടെററിസം. Okay, India is ready to act firmly, especially now that it's a strong military and with more self-reliant. Okay, thanks to Make in India and defense modernization. അതേപോലെ തന്നെ ഇന്ത്യൻ ലീഡേഴ്സും മിലിറ്ററിയും അവർ കുറച്ചും കൂടി അലേർട്ടായി. ഓക്കെ, ആൻഡ് they were always prepared to prevent future surprises like the Kargil 1999 or Pahalgam 2025. So ഇന്ത്യയുടെ സ്ട്രാറ്റജി ഇറ്റ് ഹാസ് ഷിഫ്റ്റഡ് ഫ്രം restraint to bold action with a focus on being prepared, strong and self-reliant. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് നമ്മുടെ ഇന്ത്യ UK കോംപ്രഹെൻസീവ് എക്കോണമിക് ട്രേഡ് അഗ്രിമെൻ്റ് ആണ്. ഓക്കെ, CETA. സോ ഇത് പ്രിലിംസിൽ ഈ ട്രേഡ് എഗ്രിമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ FTA കോംപ്രിഹെൻസീവ് എഗ്രിമെൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളും, ഇവിടെ വരുന്ന ഓർഗനൈസേഷൻസ്, അതായത് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതേപോലെ ഈ ടാരിഫ് ലൈന്, നോൺ ടാരിഫ് ബാരിയേഴ്സ് പോലുള്ള കുറച്ച് ടേംസിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ മെയിൻസിലെ കാര്യം എടുക്കുമ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻ IR ആണ്, GS പേപ്പർ 2 വരുന്നതാണ്. ആ ഒരു ബയലാറ്ററൽ റിലേഷൻ. ഓക്കെ, ഇന്ത്യ UK ടൈപ്പിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്, വിച്ച് UPSC ഫ്രീക്വൻലി ആസ്ക്സ് അബൌട്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബയലാറ്ററൽ റിലേഷൻ മനസ്സിലാക്കിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ആ ഒരു സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ്, എങ്ങനെയാണ് ഇന്ത്യ ആ ഒരു ട്രേഡ് റിലേഷൻ ബാലൻസ് ചെയ്യുന്നത് അമിഡ് ഗ്ലോബൽ പ്രൊട്ടക്ഷനിസം, ആൻഡ് ഇന്ത്യയുടെ ഡിപ്ലോമസിയുടെ ആ ഒരു ഇമ്പാക്റ്റ് എന്താണ്. ഇറ്റ് ഹൈലൈറ്റ്സ് ഇന്ത്യാസ് റോൾ ഇൻ പ്രൊമോട്ടിങ് റൂൾ ബേസ്ഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. എക്കോണമിയിൽ, അതേപോലെ ഈ എക്കോണമിയുടെ കാര്യം എടുക്കുമ്പോൾ ഈ GS പേപ്പർ 3 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോറിൻ ട്രേഡ് പോളിസീസ്. ഓക്കെ, ഇപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടാരിഫൊക്കെ കുറച്ചിട്ടുണ്ട്. ഈ ഡ്യൂട്ടി ഫ്രീ ആക്സസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഇൻഡസ്ട്രീസിൽ വരുന്ന ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്താണ്. ഓക്കെ, അതേപോലെ ഈ അഗ്രികൾച്ചർ പ്രൊട്ടക്ഷൻ, ഈ അതേപോലെ എക്സ്പോർട്ടിൽ വരുന്ന ഒരു ബൂസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ഷൻ. UK ആയിട്ട് നല്ലൊരു ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗേറ്റ് വേ ആവും അല്ലേ യൂറോപ്പിലോട്ടുള്ള. ലൈക്ക് UK വിൽ ബിക്കം എ ഗേറ്റ് വേ ടു യൂറോപ്പ്. അത് നമ്മുടെ ആ ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കൂട്ടാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ ഇന്ത്യ UK CETA, വിച്ച് ഈസ് ദി കോംപ്രിഹെൻസീവ് എക്കോണമിക് ട്രേഡ് എഗ്രിമെൻറ്റ്. So ഇന്ത്യയും UKയും they have signed a major trade agreement which is the CETA, Comprehensive Economic and Trade Agreement. സോ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും ഓക്കെ ദേ ആർ ബിഗ് എക്കോണമീസ് ആൻഡ് ദിസ് ഡീൽ വിൽ ഹെൽപ്പ് ടു ഇൻക്രീസ് ട്രേഡ് ആൻഡ് ബിസിനസ് ബിറ്റ്വീൻ ദം ബൈ റെഡ്യൂസിങ് ദി ടാക്സസ്. ഓക്കെ, ടാരിഫൊക്കെ കുറച്ചുകൊണ്ട് കുറച്ചും കൂടി ബിസിനസ് നടത്താൻ സാധിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. വളരെ നല്ലതാണ് ഇരു രാജ്യങ്ങൾക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു സമയം, ഈ ഒരു ഡീല് നടന്ന സമയമാണ് നമ്മൾ ശരിക്കും അത് നോക്കേണ്ടത്. അതായത് ഇത് നടന്നത് വെൻ ലൈക്ക് മെനി കൺട്രീസ്, അതായത് US ആണെന്നുണ്ടെങ്കിലും ചൈന ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരുടെ ആ ഒരു ട്രേഡ് ലിമിറ്റ് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളിങ്ങനെ ഒരു ഡീലായിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡീല് ഇറ്റ് സെൻസ് എ പോസിറ്റീവ് മെസ്സേജ് അല്ലേ. ഇത് കാണിക്കുന്നത് ഇന്ത്യയും UKയും ദേ സ്റ്റിൽ ബിലീവ് ഇൻ ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ് എന്നുള്ളതാണ്, ഫോളോയിങ് ദി ഗ്ലോബൽ റൂൾസ്. സോ ഈ ഒരു എഗ്രിമെന്റ് ഇറ്റ് ഈസ് ബോത്ത് എ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഫോർ എക്കോണമിക് ഗ്രോത്ത് ആൻഡ് എ സിഗ്നൽ ഓഫ് സപ്പോർട്ട് ഫോർ ഓപ്പൺ ഇന്റർനാഷണൽ ട്രേഡ്. ഇന്ത്യൻ എക്സ്പോർട്സിന് ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ബിഗ് ബെനിഫിറ്റ് ഫോർ ഇന്ത്യൻ എക്സ്പോർട്സ് ബിക്കോസ് UK ഈ ഒരു ട്രേഡ് ഡീലിലൂടെ ഇറ്റ് വിൽ അലൗ 99% ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ് ടു എൻ്റർ വിത്തൗട്ട് എനി ഇമ്പോർട്ട് ടാക്സ്. ഓക്കെ, ഒരു ഡ്യൂട്ടി ഫ്രീ ആയിട്ടായിരിക്കും പ്രൊഡക്ട്സ് അവരവിടെ ഇറക്കാൻ പോകുന്നത് UKയിൽ. സോ ഇത് ദിസ് ഇസ് ഗ്രേറ്റ് അല്ലേ ഫോർ ഇന്ത്യൻ ബിസിനസ് ദാറ്റ് സെൽസ് ഗുഡ്സ് ടു UK.
ഇന്ത്യൻ വർക്കേഴ്സിനുള്ള ഒരു ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത്. അതായത് ഇന്ത്യക്ക് വേണ്ടത് നമ്മൾ വെച്ചത്, അതായത് നമുക്ക് കൂടുതൽ വർക്ക് വിസാസ് വേണമെന്നാണ് നമ്മൾ അവരോട് പറഞ്ഞത്. ഓക്കെ, ഫോർ പ്രൊഫഷണൽസ് ഇന്ത്യ വാണ്ടഡ് മോർ വർക്ക് വിസാസ് ഫോർ ഇറ്റ്സ് പ്രൊഫഷണൽസ് ലൈക്ക് IT എക്സ്പേർട്ട്, ബിസിനസ് പീപ്പിൾ ആൻഡ് ഓൾ. പക്ഷേ UK അത് എഗ്രി ചെയ്തില്ല. ഏകദേശം ഒരു വർഷം 1800ഓളം വിസാസെ അവർ അലൗ ചെയ്യുള്ളൂ എന്ന് അവർ പറഞ്ഞു. ആൻഡ് അത് മോസ്റ്റ്ലി സ്പെഷ്യൽ റോൾസ്, ഈ യോഗ ടീച്ചേഴ്സും ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിനും ഒക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ദ ഡീൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് വിസാസ് ഫോർ മോസ്റ്റ് പ്രൊഫഷണൽസ്. അതാണ് ഇന്ത്യയുടെ ഒരു മേജർ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ അതായിരുന്നു. ഓക്കെ, ആ ഒരു പ്രൊഫഷണൽസിന് വിസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ശ്രമിച്ചത്. പക്ഷെ അത് അവർ എഗ്രി ചെയ്തില്ല. ഓക്കെ, ഇത് സാധനങ്ങൾക്ക് നല്ലതാണ്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഗുഡ്സ്, ഓക്കെ, ബട്ട് നോട്ട് ഫോർ ദ പീപ്പിൾ. സോ അതേപോലെ തന്നെ UK നിന്നും ഇന്ത്യയിലോട്ട് വരുന്ന പ്രോഡക്ട്സിനും നമ്മൾ ടാക്സ് കുറച്ചിട്ടുണ്ട്. സോ ഇന്ത്യ വിൽ അലൗ 90% ഓഫ് UK ഗുഡ്സ് ടു കം ഇൻ വിതൗട്ട് ഇമ്പോർട്ട് ടാക്സ്. ഓക്കെ, സോ വിച്ച് മീൻസ് ഒരുപാട് ബ്രിട്ടീഷ് പ്രോഡക്ട്സ് നമുക്ക് ഇന്ത്യയിൽ കിട്ടും. പോസിബിളി കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടാൻ തുടങ്ങും. അതേപോലെ ഇന്ത്യ ഹാസ് പ്രൊട്ടക്റ്റഡ് കീ ഫാം പ്രോഡക്ട്സ്. ഓക്കെ, ഡയറി, ആപ്പിൾസ്, ഓട്സ്, എഡിബിൾ ഓയിൽസ് പോലെയുള്ള ഇതിനൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദീസ് ഐറ്റംസ് വിൽ സ്റ്റിൽ ഹാവ് ഇമ്പോർട്ട് ടാക്സ് ടു പ്രൊട്ടക്റ്റ് ഇന്ത്യൻ ഫാമേഴ്സ്. ഓക്കെ, അതേപോലെ ഈ ഓട്ടോമൊബൈൽ സെക്ടറിലോട്ട് വരുന്ന സമയത്ത് ഇന്ത്യ വിൽ സ്ലോലി റിഡ്യൂസ് ഇമ്പോർട്ട് ടാക്സ് ഓൺ കാർസ് ഫ്രം UK ഓവർ 10 years. ഓക്കെ, സോ അപ്പോൾ ഈ ബ്രിട്ടീഷ് കാർ കമ്പനീസ് ഇപ്പോൾ കാർസിനെ പറ്റിയിട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയും. ഈ ആസ്റ്റോൺ മാർട്ടിൻ, ബെൻലി, ജാഗ്വർ പോലെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ലാൻഡ് റോവർ, മെക്ലാരൻ, റോൾസ് റോയ്സ്. ഓക്കെ, ഭാവിയിൽ ആസ്റ്റോൺ മാർട്ടിനും ലാൻഡ് റോവറിനും റോൾസ് റോയ്സിനും ഒക്കെ വില കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഈ 10 വർഷങ്ങൾ, ഇതിൽ ആ ഒരു 10 yearsലാണ് ഇത് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യ വിൽ സ്ലോലി റിഡ്യൂസ് ഇമ്പോർട്ട് ടാക്സ് ഓൺ കാർസ് ഫ്രം UK. ഓക്കെ, ഓവർ 10 years. സോ ഈ ഒരു സ്ലോ പ്രോസസ്സ് കൊണ്ടുവരാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇന്ത്യൻ കാർ കമ്പനീസിന് ഒന്ന് പ്രിപ്പയർ ആയിട്ട് നിൽക്കാം. ഓക്കെ, ആൻഡ് ദേ ക്യാൻ അഡ്ജസ്റ്റ് ബിഫോർ ഫേസിങ് ഫുൾ കോമ്പറ്റീഷൻ ഫ്രം ബ്രിട്ടീഷ് കാർ ബ്രാൻഡ്സ്. ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഹാസ് ഓപ്പൺഡ് അപ്പ് മോസ്റ്റ് സെക്ടേഴ്സ് ഫോർ ട്രേഡ്. ഓക്കെ, ബട്ട് ഇറ്റ് ഹാവ് പ്രൊട്ടക്റ്റഡ് ഫാമിംഗ് ആൻഡ് കാർസ് ടു സപ്പോർട്ട് ലോക്കൽ ഇൻഡസ്ട്രീസ്. സോ ഓവറോൾ നമ്മൾ ഈ ഒരു ഡീലിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ, ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും UK ആണെന്നുണ്ടെങ്കിലും ദേ ഗേവ് സം ആൻഡ് ദേ ഹാവ് ഗെയിൻഡ് സംതിങ്. ഓക്കെ, ഒരു വിൻ വിൻ ആണ്. നമുക്ക് ഒരു വിൻ ലൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെയ്തർ സൈഡ് ഗോട്ട് എവറിത്തിങ് ദേ വാണ്ടഡ്, ബട്ട് ദേ ബോത്ത് മെയ്ഡ് പ്രോഗ്രസ്. ഓക്കെ, ഇതൊരു ഇറ്റ് ഈസ് എ സൈൻ ഓഫ് എ മെച്യൂർ ആൻഡ് എ ഫെയർ ഡീൽ. ഓക്കെ, നോട്ട് എ വിൻ ലൂസ് വൺ. അപ്പോൾ റൈറ്റ് നൗ UK ഈസൻറ്റ് ഇന്ത്യസ് ബിഗസ്റ്റ് ട്രേഡ് പാർട്ട്ണർ. ഓക്കെ, പക്ഷെ ബട്ട് ദർ ഇസ് റൂം ടു ഗ്രോ. ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ അഗ്രികൾച്ചർ, അതായത് ഈ സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, ടെക്സ്റ്റൈൽസ്, ലെതർ, കെമിക്കൽസ്. ഓക്കെ, so sectors like agriculture, textile, leather and chemicals in India, it could benefit quickly from this agreement. ഓക്കെ, സോ ഇങ്ങനത്തെ സെക്ടേഴ്സിനൊക്കെ അത് വളരെയധികം ഉപകാരപ്രദമാണ് ഈ ഒരു എഗ്രിമെന്റ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഇറ്റ് കുഡ് ബെനിഫിറ്റ് ക്വിക്ലി ഫ്രം ദിസ് എഗ്രിമെന്റ്. അതേപോലെ തന്നെ ലോങ് ടേം ബെനിഫിറ്റ്സിന്റെ കാര്യം എടുക്കുമ്പോൾ UK എന്നുള്ളത് ഇറ്റ് കുഡ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ഫോർ ഇന്ത്യൻ ഗുഡ്സ് ഗോയിങ് ഇൻ ടു യൂറോപ്പ്. ഓക്കെ, യൂസിങ് ദീസ് ഡ്യൂട്ടി ഫ്രീ ആക്സസ്. അതേപോലെ തന്നെ ഈ UK മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോറിൻ കമ്പനീസിനെ, ഓക്കെ, അപ്പോൾ ഇന്ത്യ വഴി എൻ്റർ ചെയ്യാൻ, അതായത് ഈ ഒരു ഡീല് ഇറ്റ് വിൽ ഓൾസോ മേക്ക് ഇന്ത്യ മോർ അട്രാക്റ്റീവ് ടു ഫോറിൻ കമ്പനീസ് ദാറ്റ് വാണ്ട് ടു എൻ്റർ ദ UK മാർക്കറ്റ് ത്രൂ ഇന്ത്യ. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു എഗ്രിമെന്റ് ഇതൊരു ഫ്യൂച്ചർ ഡീൽസിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ ഇറ്റ് മേ സെറ്റ് എ സ്റ്റാൻഡേർഡ് ഫോർ ഫ്യൂച്ചർ ട്രേഡ് ഡീൽസ്. ഓക്കെ, ട്രേഡ് ടോക്സ്. അപ്പോൾ US-ഉം ഈ യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള വലിയ വലിയ എക്കണോമീസ് ദറ്റ് മൈറ്റ് നൗ ആസ്ക് ഇന്ത്യ ടു ഓഫർ സിമിലർ ഓർ ബെറ്റർ കൺസെഷൻസ് ഇൻ ദെയർ ഓൺ ഡീൽസ്, അല്ലേ? സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു വളരെ നല്ലൊരു ഡീലാണ്. പക്ഷെ ഒരു പെർഫെക്റ്റ് ഡീലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. We have some short-term gains and big long-term opportunities, and it might shape how India negotiates future trade agreements. Okay. So we'll move on to our next news.
വിച്ച് ഈസ് മാംഗ്രൂവ്സ് ആണ്. ഇന്ന് വേൾഡ് മാംഗ്രൂവ് ഡേ ആണല്ലോ, ജൂലൈ 26th. സോ ഇങ്ങനെ ഒരു ദിവസം വെക്കാനുള്ളതിൻ്റെ മെയിൻ കാരണം തന്നെ ഇറ്റ് ഈസ് ടു റേസ് അവയർനെസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാംഗ്രൂവ് ഇക്കോസിസ്റ്റംസ്. ഓക്കെ, സോ മാംഗ്രൂവ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ മാംഗ്രൂവ് കൺസർവേഷനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പേരാണ് MS സ്വാമിനാഥൻ്റെ. ഓക്കെ, നമുക്കറിയാം MS സ്വാമിനാഥൻ എന്നുള്ളത് ഹി വാസ് എ ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദറാണ് MS സ്വാമിനാഥൻ. അപ്പോൾ ഈ മാംഗ്രൂവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ എഫേർട്സ്, അതായത് അത് വളരെയധികം വലുതാണ്. അതായത് ഹി ഹാസ് വർക്ക് ടു പ്രൊട്ടക്ട് മാംഗ്രൂവ്സ് ആൻഡ് മെയ്ഡ് ദം എ ഗ്ലോബൽ കൺസർവേഷൻ പ്രയോറിറ്റി ഫ്രം ദ ലേറ്റ് 1980s. പുള്ളി ഇട്ട ആ ഒരു ഫൗണ്ടേഷനാണ്, അതായത് അത് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ടു സ്റ്റഡി ആൻഡ് കൺസേർവ് ദി കോസ്റ്റൽ ഇക്കോസിസ്റ്റം. മാംഗ്രൂവ്സ് എന്നുള്ളത് നമുക്ക് എന്താണെന്നറിയാം. ദീസ് ആർ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ട്രീസ്. ദി സോൾട്ടി വാട്ടറിലാണ് ഇവർ വളരുന്നത്, എസ്പെഷ്യലി അലോങ് ദി കോസ്റ്റ് ലൈൻസ്. പൊതുവേ ഈ റിവേഴ്സും സീയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടിലാണ് ഇവർ ഉണ്ടാവുക. അതായത് എസ്പെഷ്യലി റിവേഴ്സ് ആൻഡ് സീസ് മീറ്റ് ഈച്ച് അതർ. സോ ഇവർ ജീവിക്കുന്നത് ഒരു ഇന്റർടൈഡൽ സോൺസിലാണ്. ഓക്കെ, ഇന്റർടൈഡൽ സോൺ നമുക്കറിയാം. അതായത് ഈ ഒരു ഏരിയ, അതായത് ഹൈ ടൈഡിന്റെ സമയത്ത് അത് കംപ്ലീറ്റ്ലി കടലിൽ വന്നിട്ട്, ആ ഒരു കടൽ വെള്ളം വന്നിട്ട് അത് കംപ്ലീറ്റ്ലി കവർ ആവും. അതേപോലെ തന്നെ ലോ ടൈഡ് ഉണ്ടാവുന്ന സമയത്ത് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ദേ ലീവ് ഇൻ ഇന്റർടൈഡൽ സോൺസ്. മാംഗ്രൂവ്സ്, നമുക്ക് മാംഗ്രൂവ്സിനെ കാണാൻ പറ്റുക പൊതുവെ ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് അറൗണ്ട് ദ വേൾഡ്. ഇന്ത്യയിൽ വളരെ മേജർ ആയിട്ടുള്ള മാംഗ്രൂവ്സ് ഉള്ളത് വെസ്റ്റ് ബംഗാളിലും ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലൊക്കെയാണ്. സോ എന്തുകൊണ്ടാണ് മാംഗ്രൂവ്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, എസ്പെഷ്യലി ഈ കോസ്റ്റിനെയൊക്കെ, തീരങ്ങളെ ഈ സ്റ്റോംസിൽ നിന്നും സൈക്ലോൺസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ റൈസിങ് സീ ലെവൽസ് നിന്നൊക്കെ ഒരു നാച്ചുറൽ ഷീൽഡായിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് വിൽ പ്രൊവൈഡ് ഹോം ഫോർ ഫിഷസ് ആൻഡ് അതർ മെറൈൻ ലൈഫ്. കാർബൺ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ നമുക്കറിയാം, അത് ഒരുപാട് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് വിൽ ഓൾസോ സപ്പോർട്ട് ദി ലോക്കൽ ലൈവ്ലിഹുഡ്, ലൈക്ക് ഫിഷിങ്ങിനും ഇക്കോ ടൂറിസത്തിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു മാംഗ്രൂവ്സിന് ത്രെട്ടായിട്ട് നിൽക്കുന്നത് മെയിൻലി അതിൻ്റെ കടൽ തീരങ്ങളിൽ നമ്മൾ ഈ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാംഗ്രൂവ്സിനെ കട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ, കോസ്റ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട്. അതേപോലെ തന്നെ ഈ ആക്വാ കൾച്ചർ, ലൈക്ക് ഈ പ്രോൺ ഫാമിങ്ങിനൊക്കെ ഇതിനെ നശിപ്പിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ. ഇതൊക്കെയാണ് മെയിനായിട്ട് മാംഗ്രൂവ്സിനെ ത്രെട്ടൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കൺസർവേഷൻ എഫേർട്സ് അതിനെ പറ്റിയിട്ട് പറയുമ്പോൾ, സോ അവിടെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ ISME, അതായത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ മാംഗ്രൂവ് ഇക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ MS സ്വാമിനാഥൻ വഹിച്ച പുള്ളിയുടെ റോള് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക്സ് ടു ഹിസ് ലീഡർഷിപ്പ് ഇൻ ദി ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ മാംഗ്രൂവ് ഇക്കോസിസ്റ്റം. ഇത് ജപ്പാനിലാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഒക്കിനാവ. 1990s ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് സ്വാമിനാഥൻ സെർവ്ഡ് ആസ് ഇറ്റ്സ് ഫൗണ്ടിങ് പ്രസിഡന്റ് ടിൽ 1993. ഓക്കെ, അതേപോലെ തന്നെ ഈ GLOMIS എന്നുള്ളത് ദി ഗ്ലോബൽ മാംഗ്രൂവ് ഡാറ്റാബേസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. സോ MS സ്വാമിനാഥൻ ഹെൽപ്പ് ടു ഡെവലപ്പ് ദിസ് സിസ്റ്റം, okay, by documenting mangrove expert species and genetic resources to support global conservation. അതേപോലെ തന്നെ പുള്ളിയുടെ ഒരു സയൻറ്റിഫിക് ഇൻപുട്ട് കൊണ്ട് തന്നെ 23ഓളം മാംഗ്രൂവ് സൈറ്റ്സ് അക്രോസ് 9 കൺട്രീസ് ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓഷ്യനിയ were identified and protected. ഓക്കെ, ഒരു ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചാർട്ടർ ഓഫ് മാംഗ്രൂവ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മിസ്റ്റർ സ്വാമിനാഥൻ ക്രിയേറ്റഡ് ദിസ് ചാർട്ടർ. അത് പിന്നീട് 1992 ഈ ദി വേൾഡ് ചാർട്ടർ ഫോർ നേച്ചറിൻ്റെ ഒരു ഭാഗമാവുന്നുണ്ട് അറ്റ് ദി 1992 യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. It helped to form a global reference for mangrove conservation. സോ ഇന്ത്യയിലുള്ള മാംഗ്രൂവ്സിൻ്റെ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ 2023 പ്രകാരം ഏകദേശം 4,991.68 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ടോട്ടൽ ഏരിയ. ടോപ്പ് സ്റ്റേറ്റ്സ് വെസ്റ്റ് ബംഗാളും, അതായത് വെസ്റ്റ് ബംഗാളിൻ്റെ സുന്ദർബൻ ഏരിയാസും ഒഡീഷയും ആന്ധ്രാപ്രദേശും തമിഴ്നാടൊക്കെയാണ്. സോ മാംഗ്രൂവ്സിൻ്റെ റീസ്റ്റോറേഷൻ ടെക്നിക്സിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഫിഷ് ബോൺ കനാൽ മെത്തേഡാണ്. ഓക്കെ, സോ ഇതുവഴി ഇറ്റ് വിൽ ഹെൽപ്പ്
ദി വാട്ടർ ടു റീച്ച് ഡീപ്പർ ഇൻ ടു ദി മാംഗ്രൂവ് ഏരിയാസ്. അതേപോലെ തന്നെ മറ്റൊന്ന് ജോയിൻറ്റ് മാംഗ്രൂവ് മാനേജ്മെൻ്റ് ആണ്. അവിടുത്തെ കമ്മ്യൂണിറ്റിയും ആ ഒരു ഗവൺമെൻറ് പാർട്ട്ണർഷിപ്പും കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു എന്താ പറയുക റിസ്റ്റോറേഷൻ പരിപാടിയാണ് ഇതൊരു ജോയിൻറ്റ് മാംഗ്രൂവ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ഇത് അതേപോലെ തന്നെ അവിടെയും നമ്മുടെ ഈ ഒരു MS സ്വാമിനാഥൻ്റെ ഒരു റോള് വളരെ വലുതാണ്. ഓക്കെ, ദി പാർട്ടിസിപ്പേറ്ററി റിസർച്ച് ലെഡ് ബൈ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഫ്രം 1993 onward, it proved that it was changes in biophysical conditions due to clear felling, not local community use, that caused a mangrove decline. Okay, അപ്പോൾ അത് മാംഗ്രൂവ്സ് വെട്ടിക്കളയുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഡിക്ലൈൻ മെയിനായിട്ട് സംഭവിക്കുന്നത്, അല്ലാണ്ട് ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റെ ആ ഒരു യൂസ് കൊണ്ടല്ല എന്ന് പറഞ്ഞത് പുള്ളിയാണ്. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ദി ഹൈഡ്രോളജിക്കൽ ഫിഷ് ബോൺ കനാൽ മെത്തേഡ് ടു റീസ്റ്റോർ ദി ടൈഡൽ ഫ്ലോ ആൻഡ് നാച്ചുറൽ റീജനറേഷൻ ആൻഡ് ഓൾ. ഇതിൻ്റെ ടെസ്റ്റ്, അതായത് ഒരു പൈലറ്റ് ടെസ്റ്റ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒഡീഷയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു വേൾഡ് മാംഗ്രൂവ് ഡേ ഇത് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അതായത് മാംഗ്രൂവ്സിനെ കൺസർവ് ചെയ്യേണ്ടതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം തന്നെ വെച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് ISFR 2023 പ്രകാരം ഇന്ത്യയിലുള്ള ടോട്ടൽ മാംഗ്രൂവ് കവർ നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് 4991.68 കിലോമീറ്റർ സ്ക്വയർ. സോ ഇത് നമ്മുടെ കൺട്രിയുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയയുടെ 0.15% ആണ്. അപ്പോൾ 2019 2023 ഉള്ള ആ ഒരു ISFRൻ്റെ റിപ്പോർട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഷോസ് ആൻ ഇൻക്രീസ് ഓഫ് 16.68 കിലോമീറ്റർ സ്ക്വയർ ഓക്കെ ഇൻ ദി മാംഗ്രൂവ് കവറേജ്. It reflects the successful restoration and conservation effort. Okay, so that's it. അപ്പോൾ നാളെ വേറെ കുറച്ച് ന്യൂസായിട്ട് കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.